ഹായ്, ഇന്ന് ദച്ചുക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആട്ടോ. അപ്പം നോർമൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളൊരു ഔട്ടിംഗ് ആട്ടോ പ്ലാൻ ചെയ്തത്. അപ്പം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കൊച്ചിയിലേക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ബോട്ടെടുത്തു. അവിടെ നിന്ന് തന്നെ കേക്കും വാങ്ങി നേരെ ബോട്ടിലേക്ക്. നമ്മുടെ ഒരു പ്രൈവസിക്കൊക്കെ സ്വന്തമായിട്ടൊരു ബോട്ട് എടുക്കുന്ന കേട്ടോ നല്ലത്. അതിനകത്ത് തന്നെ DJയും ഗൈഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2000 രൂപയ്ക്ക് നഷ്ടമല്ല. കടലിലെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞാൽ കണ്ടെയ്നർ ഷിപ്പും നേവിയുടെ യുദ്ധക്കപ്പലുകളും ജങ്കാറും ഹൗസ് ബോട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൊട്ടാരം കണ്ടപ്പോൾ ദിലീപേട്ടൻ്റെ മൈ ബോസ് ആയിട്ടോ ഓർമ്മ വന്നത്. എത്ര മൂവീസ് അല്ലേ ഇവിടെ എടുത്തേക്കുന്നത്. അങ്ങനെ കായലിൻ്റെയും കടലിൻ്റെയും ഇടയിൽ വെച്ച് കേക്ക് കട്ട് ചെയ്തു. 2 മണിക്കൂർ ടൈം പോയതേ അറിഞ്ഞില്ല. പിന്നീട് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് തന്നെ വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിലേക്ക്. വാട്ടർ മെട്രോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല രസമായിരുന്നേ. ഒരാൾക്ക് 35 രൂപയേ ആയുള്ളൂ. കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം. കൊച്ചി എത്താറായപ്പോഴത്തേനും മീൻ പിടിക്കുന്ന ബോട്ടുകാരുടെ ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ പരുന്തുകളിങ്ങനെ വട്ടമിട്ട് കറങ്ങുന്നുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കൊച്ചിയിൽ ചെന്ന് ഫ്രഷപ്പായി. നമ്മൾ റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടാട്ടോ കൊച്ചിയിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തത്. വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെ അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ തോന്നിപ്പോകും. അവിടെ ചെന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാട്ടോ ബി ഹൗസ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പള്ളിയിലേക്കാട്ടോ പോയത്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വാസ്കോഡ് ഗാമയുടെ പള്ളിയാട്ടോ. നമുക്ക് അകത്തോട്ട് ക്യാമറ അലോഡല്ലേ. പിന്നീട് നേരെ ബീച്ചിലേക്ക്. കൊച്ചി എന്ന് പറയുമ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ വരുന്ന ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണല്ലോ. അപ്പോൾ കൊച്ചി കണ്ട എല്ലാ സാധനവും വാങ്ങിക്കണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത്. ആദ്യം നമ്മൾ ഈ മിസ്റ്ററൊക്കെ ഇട്ട് ഈ ഭായിമാരുടെ ഒരു സാധനം ഉണ്ടാക്കിച്ചു കേട്ടോ. വേറെ എല്ലാവരും വേണ്ട, ഒറ്റ ഭാഗം കഴിച്ചിട്ട് പിന്നെ ആരും കഴിച്ചില്ല. കണ്ടതും കടിച്ചതൊക്കെ ഞാൻ കഴിക്കുന്നതുകൊണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഓളം പുഴുങ്ങിയത് കൊള്ളായിരുന്നു കേട്ടോ. അത് അച്ഛൻ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോയി. അത് വീഡിയോ പോലും എടുക്കാൻ കിട്ടിയില്ല. പിന്നെ കൊച്ചി വന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞൊരു സംഭവമായിട്ടോ നമ്മുടെ ബൂസ്റ്റ് കുലുക്കിയും അവൽ മിൽക്ക് ഷേക്കും. അതിനകത്ത് ബൂസ്റ്റ് കുലുക്കി അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. പിന്നെ ബെസ്റ്റ് സീ ഫുഡ് പ്ലേസ് ഏതാണെന്ന് സെർച്ച് ചെയ്തപ്പം നമുക്ക് കിട്ടിയ റെസ്റ്റോറൻ്റ് ആയിട്ടോ വെള്ളക്കാന്താരി. അതുപോലെ തന്നെയാണ്, സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. കരിമീൻ പൊള്ളിച്ചതും കൂന്തൽ ഫ്രൈയും കക്ക ഇറച്ചിയും കിളിമീൻ ഫ്രൈയും ബീഫ് റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡുകൾ. അതിനകത്ത് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അതുപോലെ അഫോർഡബിൾ പ്രൈസിലാട്ടോ നമുക്ക് ഇത്ര നല്ല കിടിലൻ ഫുഡ് കിട്ടിയത്. എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൺസെറ്റ് കാണാൻ ചെറായി ബീച്ചിലേക്കാട്ടോ പോകുന്നത്. അവിടെ വെച്ചാണ് ശരിക്കും ദച്ചുക്കുട്ടന് ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നത്. എന്താണെന്നറിയോ, ദച്ചുക്കുട്ടൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടറെ നമ്മൾ ബർത്ത്ഡേ അന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാട്ടോ കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ടോ. ഡോക്ടറെ കണ്ടു വന്ന് ദച്ചുവിനോട് സംസാരിച്ചു. അത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് തോന്നി. പിന്നെ കുറച്ച് നേരം കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സൺസെറ്റൊക്കെ കണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്.